ഒരു രൂപയുടെ പ്രയോജനം നമുക്ക് ലഭിക്കില്ല എന്നുണ്ടെങ്കിലും, അതായത് സാമ്പത്തികമായിട്ട് ഒരു പ്രയോജനമില്ലെങ്കിലും, എത്ര സമയമെടുത്തും നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ സന്തോഷമാണ്. അതിലുൾപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതിനകത്ത് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അതുപോലെയാണോ ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലേ അല്ല. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നു, പറയുന്നു എന്നതിലപ്പുറം ഞാൻ അതുപോലെ തന്നെ അങ്ങ് ജീവിക്കുകയാണോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ഞാനും സാധാരണ പച്ചയായ ഒരു മനുഷ്യനാണ്. എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉള്ള ഒരാൾ തന്നെ. ഓക്കെ. പിന്നെ ഈ ചിലരുണ്ട്, ഈ സർക്കാർ ജോലി മാത്രം പ്രതീക്ഷിച്ചിരിക്കുകയും മറ്റൊരു കാര്യത്തിനും പോകാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങൾ മറ്റുള്ളതുണ്ട്. ഫാഷൻ ഡിസൈനറുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ തന്നെ ഇന്നത്തെ ആധുനിക കാലത്ത് പണം ഉണ്ടാക്കുവാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങൾ നിലവിലുണ്ടെങ്കിലും രാവിലെ എഴുന്നേറ്റ് വാട്സപ്പിൽ നമ്മൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അതങ്ങോട്ട് പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നാലൊന്നും വരുമാനം വരാൻ പോകുന്നില്ല. വരുമാനം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കണം, അധ്വാനിച്ച് പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വിൽപ്പനയിൽ പോകണം. കാരണം നമുക്ക് വിൽക്കുന്നത് വലിയ മടിയുള്ള കാര്യമാണ്. ലോകത്തിലെ നമ്പർ 1 പണക്കാരെല്ലാം വിൽപ്പനയിലൂടെയാണ് പണം ഉണ്ടാക്കുന്നത്. അതൊന്നും പറഞ്ഞ ഇവിടെ ചിലവാവിയല്ല, അവർക്കിതൊന്നും നടക്കില്ല. വാങ്ങുവാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു സമൂഹമായി മലയാളി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. എന്തായാലും ശരി, ഇന്നത്തെ ഒരു ദിവസം നിങ്ങളോടൊപ്പം ചെലവഴിച്ചതിൽ സന്തോഷം. ഓക്കെ, വീണ്ടും കാണാം.